അപ്പോൾ ഒരു 6-7 വർഷത്തിന് ശേഷം എൻ്റെ അമ്മാമ്മയുടെ അടുത്ത് ഞാനിന്ന് മിണ്ടാൻ പോവുകയാണ്. അപ്പോൾ സോപ്പിടാൻ വേണ്ടി ഞാൻ ഒരു നൈറ്റിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ പൈസയ്ക്കല്ല, അമ്മയുടെ പൈസയ്ക്കാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ മിണ്ടോന്നാണ് പ്രതീക്ഷ. ചിലപ്പോൾ നാണം കെടും. കുറച്ച് ഫാമിലി ഇഷ്യൂവും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇത്രയും നാൾ മിണ്ടാതിരുന്നത്. അപ്പോൾ നമുക്കിന്ന് മിണ്ടി നോക്കാം. കൂടെ അമ്മയും കൂടെ ഉണ്ട്. എന്താവുമെന്നുള്ള കാര്യം അറിയത്തില്ല. ഗൈസ്, ഇതാണ് ഞാൻ കൊച്ചിലെ തൊട്ട് കളിച്ചു വളർന്ന പരിസരം. അവരവിടെ ഉണ്ട്. കയറി ചെന്ന ടൈമിൽ അമ്മാമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സ്റ്റെപ്പിൽ. അമ്മാമ്മ എന്നെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ കുറേ നാൾക്ക് ശേഷം മിണ്ടുന്നതിനുള്ളൊരു നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാനൊക്കെ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ ഇച്ചിരി പാടാണ്. ആ ഒരു ടൈപ്പാണ് ഞാൻ. പിന്നെ അമ്മ അനിയനൊരു ഷർട്ട് എടുത്തിട്ട് പിന്നെ അതിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിലും ഞാൻ അമ്മാമ്മേനെ നോക്കുമായിരുന്നു, ഇനി അമ്മാമ്മേൻ്റെ അടുത്ത് എന്തെങ്കിലും മിണ്ടോ എന്ന് വെച്ചാൽ 6 വർഷത്തോളം ഞാൻ അമ്മാമ്മേൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അതൊരു ഫാമിലീൻ്റെ ഒരിതാണ് ഇത്രയും ഇതായിപ്പോയത്. പിന്നെ ആ ഒരു ടൈമിലൊന്നും പറയാൻ വേണ്ടി കഴിയത്തില്ലല്ലോ, പ്രായം അങ്ങനെ ആയിരുന്നല്ലോ. പിന്നെ അങ്ങോട്ട് അമ്മ പറയുകയും ചെയ്തു, അമ്മാമ്മ കയറിപ്പോയപ്പോൾ അകത്ത് കയറി എന്നൊക്കെ. പിന്നെ ഇതായിരുന്നു ഞാൻ കുറേ നാൾ. ഇപ്പം നമ്മളിപ്പോൾ ജനിച്ച് ഒരു 10 ആ ഒരു വയസ്സ് വരെ ആ വീട്ടിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മയും അച്ഛനൊക്കെ ആയിട്ട് ഒരുമിച്ച് താമസവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അമ്മേനെ കല്യാണം കഴിച്ചിട്ട് ഉള്ള താമസമൊക്കെ അവിടെ തന്നെ ആയിരുന്നു. അപ്പം ഇതൊക്കെ നല്ല മെമ്മറീസ് ഉള്ള സ്ഥലങ്ങളാണ്. നെയ്മർ തോറ്റപ്പോഴും പിന്നെ അവൻ മെസ്സിന്റെ ജേഴ്സി ഇട്ടുകൊണ്ട് കിടക്കുകയാണ് ഗൈസ്. നോക്കിയ മുഖം നോക്കട്ടെ, നോക്കട്ടെ ഡോളി നോക്കട്ടെ. ഞാൻ വേണ്ട, അതിന്റെ സൈഡിൽ അവന്റെ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. നിന്റെ മറ്റേ ഫോട്ടോ കൊടുക്കട്ടോ. നെയ്മർ തോറ്റപ്പോഴേ അവൻ മെസ്സി ആയി ഗൈസ്. നോക്ക്. പിന്നെ കുറച്ചു നേരം അവിടുത്തെ മിറർ നോക്കിയായിരുന്നു കുറച്ചു നേരം നിന്നത്. എന്നിട്ടും അമ്മാമ്മേരുടെ അടുത്ത് പോയിട്ട് മിണ്ടണം, സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ അമ്മാമ്മേരുടെ അടുത്ത് പോയി ഒരു ഫോട്ടോ എടുത്ത്. അതാണിത്.